ഈ ധന്യമായ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച നമുക്കെല്ലാം തന്നെ പ്രിയങ്കരിയായ അരുണിമ, സ്വാഗതം ആശംസിച്ച നക്ഷത്ര, പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി, ഈ വേദിയിൽ ഉപവിഷ്ടയായ ബഹുമാന്യരായ കോൺഗ്രസ് നേതാക്കന്മാരെ, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്തുനിന്ന് ഏറെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയിട്ടുള്ള എത്രയും പ്രിയപ്പെട്ട ട്രാൻസ്ജെൻഡർ സഹോദരങ്ങളെ, മാധ്യമങ്ങളിൽ നിന്ന് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ. എന്തെന്നില്ലാത്ത സന്തോഷത്തോടും ചാരിതാർത്ഥ്യത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഇത്തരമൊരു ചടങ്ങിൽ നിങ്ങളെല്ലാം തന്നെ അഭിസംബോധന സംസാരിക്കാൻ ഇവിടെ നിൽക്കുന്നത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഇതെൻ്റെ ജീവിതത്തിലെ ഒരപൂർവമായ സന്ദർഭമായിട്ട് ഞാൻ നോക്കിക്കാണുകയാണ്. അസുലഭമായ ഒരു സന്ദർഭം, അനർഘമായ ഒരു മുഹൂർത്തം. ഇത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാന ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. തീർച്ചയായിട്ടും ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള പ്രേരണകൾ നൽകിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഞാൻ സ്നേഹപൂർവ്വം ഇത്തരമൊരു ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നൊരു മഹാപ്രസ്ഥാനത്തിലേക്ക് ഞാൻ നിങ്ങളെല്ലാം തന്നെ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പൊതുജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക്, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായൊരു ശ്രമമാണ് ഇത്തരമൊരു സംരംഭത്തിന് പിന്നുള്ളത്. നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതെങ്ങനെ സാർത്ഥകമായി ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ചുള്ള ഒരു കൂട്ടായ ചിന്ത, അതാണ് ഇന്നു മുതൽ നടക്കാൻ പോകുന്നത്. എല്ലാവർക്കും തന്നെ അറിയാം, ആമുഖമായിട്ട് ഇവിടെ പ്രിയപ്പെട്ട സഹോദരി അധ്യക്ഷ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. അവർ പറയുകയുണ്ടായി, അവരുടെ കുറ്റം കൊണ്ടല്ല അവർ സമൂഹത്തിന്റെ പുറമ്പോക്കിലേക്ക് അവർ വലിച്ചെറിയപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ തള്ളപ്പെട്ടിട്ടുള്ളത്. 10 മാസം ചുമന്നുപറ്റ അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ അവസരമുണ്ടായിട്ടില്ലാത്തവരാണ് നിങ്ങളൊക്കെ തന്നെ. അച്ഛൻ്റെ പരിലാളന ഏറ്റുവളരാൻ അവസരം നിഷേധിക്കപ്പെട്ടവരാണ് നിങ്ങൾ. ആ സഹോദരന്മാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങൾക്കുണ്ട്, മനുഷ്യസ്നേഹികളായ ആളുകൾക്കുണ്ട്. അവരുടെ ഐക്യദാർഢ്യം കൂടി ഞാൻ ഈ ചടങ്ങിലൂടെ നിങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഭരണഘടന വളരെ വിഖ്യാതമാണ്. രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഭകളാണ് ആ ഭരണഘടനയുടെ പിന്നിൽ പ്രവർത്തിച്ച ശില്പികളെന്ന് നമുക്കെല്ലാം തന്നെ അറിയാം. ആ ഭരണഘടന മഹത്വരമാണ്. ആ ഭരണഘടന ലോകത്തിന് മാതൃകയാണ്. ആ ഭരണഘടന നമുക്ക് നൽകുന്നത് സമത്വമാണ്. ആ ഭരണഘടന നമുക്ക് നൽകുന്നത് മൗലികമായ അവകാശങ്ങളാണ്. എന്തുകൊണ്ട് അത് നമ്മുടെ ട്രാൻസ്ജെൻഡർ സഹോദരന്മാർക്ക് മാത്രം നിഷേധിക്കുന്നു എന്നതാണ് പ്രബുദ്ധമായ സമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം. തീർച്ചയായിട്ടും ട്രാൻസ്ജെൻഡർ പ്രശ്നത്തെ ഞങ്ങൾ മനുഷ്യാവകാശ പ്രശ്നമായിട്ടാണ് കാണാൻ ആഗ്രഹിക്കുന്നത്.
ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂ ആയിട്ടാണ് ഞങ്ങൾ അതിനെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൻ്റെ എല്ലാ വശങ്ങളും നന്നായി പഠിച്ചുകൊണ്ട് തികച്ചും പ്രായോഗിക ബുദ്ധിയോടുകൂടി തന്നെ സ്നേഹത്തോടും വാത്സ്യത്തോടു കൂടി നിങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമോ എന്ന ഒരു പരീക്ഷണം കൂടിയാണ് ഇത് എന്ന് ഞാൻ പറയട്ടെ. നാം വളർന്നു എന്നാണ് അവകാശപ്പെടുന്നത്. നാം ആകാശം മുട്ടെ വളർന്നിരിക്കുന്നു. പക്ഷെ മനുഷ്യരായ നമ്മൾ വളരെ ചെറിയവരാണ്. നമ്മുടെ മനസ്സ് വളരെ ഇടുങ്ങിയതാണ്. നമുക്ക് വിശാലമായിട്ട് ചിന്തിക്കാനും കണ്ണു തുറന്നുകൊണ്ട് ലോകത്തെ കാണാനും എല്ലാവരെയും സമത്വത്തോടുകൂടി വീക്ഷിക്കാനും സാധിക്കുന്ന ഒരു സമീപനമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജെൻഡർ ഈക്വാലിറ്റിയെക്കുറിച്ച് പ്രഭാഷണം നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. സാമൂഹ്യ രംഗത്തും സാംസ്കാരികത്തും പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. എത്ര മണിക്കൂർ വേണമെങ്കിലും അവർ പ്രഭാഷണം നടത്തും. പക്ഷെ അവരുടെ പ്രഭാഷണങ്ങളിലൊന്നും തന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങളുടെ പ്രശ്നങ്ങൾ അത് അവതരിപ്പിക്കട്ടതായിട്ട് എനിക്കറിയില്ല. അതാണ് യാഥാർത്ഥ്യം. നമ്മൾ ആരും തന്നെ അവരെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഹൃദയത്തിൽ തട്ടി നമ്മുടെ കേരളീയ പൊതുസമൂഹം വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട ഒരു പ്രശ്നമായിട്ട് ഞാൻ എന്നെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് കേരളീയ സമൂഹത്തെ നോക്കി, ഇന്ത്യയിലെ പ്രബുദ്ധതയുണ്ട് എന്ന് പറഞ്ഞ ആളുകളെ നോക്കി ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആർ വി ഹ്യൂമൻസ്? നമ്മൾ മനുഷ്യരാണോ? ആർ വി ഹ്യൂമൈൻ? നമുക്ക് മനുഷ്യത്വമുണ്ടോ എന്ന ചോദ്യമാണ് നാം സ്വയം ചോദിക്കേണ്ടതായിട്ടുള്ളത്. നമ്മളൊക്കെ തന്നെ റിപ്പ് ആൻഡ് വിങ്കിളുകളാണ്. വർഷങ്ങൾ കടന്നുപോയ ശേഷം മാത്രം ഉറക്കം അവസാനിപ്പിച്ചുകൊണ്ട് ഉണർന്നേറ്റ് വരുന്ന റിപ്പ് ആൻഡ് വിങ്കിളുകളാണ് നമ്മളൊക്കെ തന്നെ. നമുക്കൊന്നും ചിന്തിക്കാൻ സമയമില്ല. സ്വാർത്ഥതയുടെ തുരുത്തുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചുറ്റും ജീവിക്കുന്ന മനുഷ്യൻ ദുഃഖം നമുക്കറിയേണ്ട കാര്യമില്ല. അതാണ് ഇന്ന് നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. തീർച്ചയായിട്ടും ഈ സഹോദരങ്ങളെ മുഖ്യധാരയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. തുല്യനീതി അവർക്ക് ഉറപ്പുവരുത്തണം. അവർക്ക് തുല്യമായ പരിഗണന കൊടുക്കണം. അത്തരമൊരു അവസ്ഥയിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. അതിനുള്ള ഒരു പരിശ്രമമാണ് ഇന്നിവിടെ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചുള്ളത്. ജീവിതത്തിലെ ഏറ്റവും അധികം ദുഃഖവും പ്രയാസങ്ങളും ഒക്കെ തന്നെ അനുഭവിച്ചവരാണ് നിങ്ങൾ. ആ നിങ്ങൾക്ക് അഭയം നൽകാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്. എല്ലാവർക്കും എല്ലാ കാലത്തും അഭയം കൊടുത്ത പാരമ്പര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളത്. അവശന്മാരും ആർത്തന്മാരും ആലംബകേന്ദ്രമായിട്ടുള്ള ആൾക്ക് സഹായം ഹസ്തമെത്തിച്ചു കൊടുത്ത പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ധീരമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗക്കാരുടെ മോചനത്തിന് വേണ്ടി അവിടെ നിലനിന്ന വർണ്ണ വിവേചനത്തിനായി അപ്പാർത്തൈഡിനായി കൊണ്ട് ശക്തമായ പോരാട്ടം നടത്തിയ നമ്മുടെ രാഷ്ട്രപിതാവിനെ ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. ആ രാഷ്ട്രപിതാവ് നേതൃത്വം കൊടുത്ത മഹത്തായ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ നാട്ടിൽ അടിച്ചമർത്തപ്പെട്ടവർ, ആദിവാസികൾ, ഈ നാട്ടിലെ പാവപ്പെട്ട അധകൃത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവരെ എല്ലാം തന്നെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോയിട്ടുള്ള പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. എനിക്ക് പറയാനുള്ളത്, സംവരണം നമ്മുടെ ഭരണഘടന എഴുതി ചേർത്ത പ്രസ്ഥാനം കോൺഗ്രസ് ആണ്. വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ അവശ ദുർബല ജനവിഭാഗത്തിന് കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്ത് അത് ഭരണഘടനാപരമായ അവരുടെ അവകാശമാക്കി മാറ്റിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. തൊഴിലവസരം ഈ നാട്ടിലെ നിഷേധിക്കപ്പെട്ട വിഭാഗത്തിന് ഉറപ്പുവരുത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ അടിമപ്പണിക്കാറില്ല നിങ്ങളെന്ന കാര്യം ഞാനിവിടെ പറയട്ടെ. അരുണിമയുടെ ആമുഖ പ്രസംഗത്തിലെ കാര്യം അതല്പം സൂചിപ്പിക്കേണ്ടായി. വളരെയേറെ പ്രതീക്ഷയോടുകൂടി ഒരു പ്രസ്ഥാനത്തിലേക്ക് പോയപ്പോൾ അവിടെ നിന്നിട്ടുള്ള ദുരന്ത അനുഭവങ്ങളെക്കുറിച്ച് അവർ ഹ്രസ്വമായിട്ടിവിടെ പ്രതിപാദിക്കേണ്ടായി. തീർച്ചയായിട്ടും സോഷ്യൽ ജസ്റ്റിസ് മിനിസ്ട്രി എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ ഡിപ്പാർട്ട്മെന്റ്
ആ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നൽകിയത്? ശസ്ത്രക്രിയയ്ക്ക് വേണ്ട സാമ്പത്തിക സഹായം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വ്യാമോഹിപ്പിക്കേണ്ടായി. അവസാനം ദുഃഖത്തോടും കണ്ണീരോടും കൂടിയാണ് അത്തരമൊരു പ്രഖ്യാപനം നടപ്പിലാക്കാത്തത് കണ്ടുകൊണ്ട് നിങ്ങളെല്ലാം തന്നെ വിഷണ്ണരായി നിർത്തുന്ന കാര്യം എനിക്കറിയാം. നിങ്ങൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നൽകുമെന്ന് പറഞ്ഞു. അത് നൽകാൻ വേണ്ടി ഈ നാട്ടിലെ ആളുകൾക്ക് സാധിച്ചില്ല, ഈ ഗവൺമെന്റ് സാധിച്ചില്ല എന്നതാണ് പരമാർത്ഥം. വിദ്യാഭ്യാസ ലോണുകൾ നിങ്ങൾക്ക് കിട്ടിയില്ല, ജീവിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു. നിങ്ങൾക്ക് വേണ്ട നീതിയാണ്, ആ നീതിയാണ് ഉറപ്പുവരുത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട സഹകരണമാണ്, നിങ്ങൾക്ക് വേണ്ടത് പിന്തുണയാണ്, നിങ്ങൾക്ക് സമൂഹത്തിൽ നിന്ന് വേണ്ടത് സ്വീകാര്യതയാണ്, നിങ്ങളുടെ പുനരധിവാസമാണ്. ഞങ്ങളെ നാളെ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നും ഞാൻ ഇവിടെ അടിവരയിട്ട് പറയട്ടെ. നിങ്ങൾക്ക് തൊഴിലവസരം ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള പോരാട്ടമായിരിക്കണം ഇനി വരുന്ന നാളുകളിൽ നമുക്ക് നടത്തപ്പെടേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പാർക്കാൻ വീടുകളില്ല, അവർക്ക് കിടപ്പാടുമില്ല. കിടപ്പാടോ വീടും അത് നൽകേണ്ടത് അനിവാര്യമാണ്. അവർക്ക് വേണ്ടത് കരുതലാണ്. അവർക്ക് വേണ്ടത് അവരെ കണ്ടാൽ ഞങ്ങൾക്ക് സഹതാപമുണ്ട് എന്ന് തോന്നുന്നു, സഹതാപമല്ല. അവർക്ക് വേണ്ടത് ഈ പറഞ്ഞതുപോലെ തന്നെ സ്വീകാര്യത, പൂർണ്ണമായ സ്വീകാര്യത, അതാണ് നൽകേണ്ടതായിട്ടുള്ളത്. ഞാൻ ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് ഈയിടെയായിട്ട് ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. എത്ര പ്രതിഭാശാലികളായിട്ടുള്ള ആളുകളാണ് നിങ്ങളുടെ ഇടയിലുള്ളത്. അസാധാരണമായ ദൈക്ഷണികമായ വൈഭവമുള്ള ആളുകൾ നിങ്ങളുടെ ഇടയിലുണ്ട്. എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് എന്ന് പറയുന്ന ആളുകൾ, അത്രയേറെ മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ, മിടുക്കികളായിട്ടുള്ള ആളുകളാണ് നിങ്ങളുടെ ഇടയിലുള്ളത്. നമ്മുടെ സമൂഹത്തിൽ പുരുഷ മേധാവിത്വമാണ് വർഷങ്ങളായി, നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ സമൂഹത്തെ പിടിച്ച് മുറുക്കിയിരിക്കുന്നത്. ആ സമീപനത്തിൽ ഇതുവരെ മാറ്റമുണ്ടായിട്ടില്ല എന്നതും നമ്മെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നുണ്ട്. കൊച്ചിയിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് ആരംഭിച്ച നമ്മുടെ മെട്രോ റെയിൽ പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിലേക്ക് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾക്ക് ജോലി കൊടുക്കുന്നു, സംവരണം കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷപൂർവ്വം നിങ്ങളെ കൊണ്ടുപോയിട്ടുള്ള ആളുകളാണ് ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ എന്താണ് ചെയ്തത്? ഇന്നലെയാണ് എനിക്ക് ആ കാര്യം അരുണിമയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. അവർ വാഗ്ദത്തം എല്ലാം ലംഘിച്ചിരിക്കുന്നു. പറഞ്ഞ വേതനം നൽകിയില്ല, ഭക്ഷണ സൗകര്യമില്ല, അവിടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കാൻ സാധിച്ചില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് തന്നെ പല സഹോദരങ്ങളും അവധി എടുത്തുകൊണ്ട് പുറത്തുപോയി ജോലി ചെയ്ത് ആഹാരത്തിന് വഴി കണ്ടെത്തുന്ന സാഹചര്യം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലെപ്പോഴും അതേക്കുറിച്ച് എനിക്കൊന്നും തന്നെ പറയാനില്ല. ഒരു കാര്യം ഞാൻ ഇപ്പോൾ അനുസ്മരിക്കുകയാണ്. കാൽക്കട്ട യൂണിവേഴ്സിറ്റിയോടനുബന്ധിച്ചുള്ള വിമൻസ് കോളേജ്, ആ വിമൻസ് കോളേജിലെ പ്രിൻസിപ്പലായിരുന്നു മനാബി ബന്ദോപാധ്യായ. മിടുക്കിയായ ഒരു പ്രൊഫസറായിരുന്നു അവർ. എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു അവർ. അവർ ട്രാൻസ്ജെൻഡർ ആണ് എന്ന് വന്നപ്പോൾ സഹപ്രവർത്തകന്മാരെന്നവർക്ക് മാനസികമായ പീഡനം അനുഭവിക്കേണ്ടി വന്നു. വിദ്യാർത്ഥികൾ അവർ അംഗീകരിച്ചില്ല. വല്ലാത്ത മാനസിക പീഡ അനുഭവിച്ചുകൊണ്ട് ഒരു ദിവസം രാജി സമർപ്പിച്ചുകൊണ്ട് കാൽക്കട്ട വിമൻസ് കോളേജിന്റെ കവാടമണിഞ്ഞു പോയിരിക്കുന്ന പ്രിയപ്പെട്ട ഭട്ടാചാര്യയുടെ കഥ ഈ സന്ദർഭത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ്. എന്തൊരു വേദന, എന്തൊരു കൊടിയ പ്രയാസത്തോടു കൂടിയാണ് അവർ നിങ്ങളെപ്പോലെ തന്നെ തെരുവിലേക്ക് വലിക്കപ്പെട്ടവരായി മാറിയിട്ടുള്ളത് എന്ന കാര്യവും ഞാൻ ഇവിടെ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നു. അവർ രാജിവെക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ച് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരൊക്കെ തന്നെ വിലയിരുത്തണം, പഠിക്കണം. സുപ്രീം കോടതിയിൽ വിധി നമുക്ക് അനുകൂലമായിട്ടുണ്ട്. IPC 377 വകുപ്പ് അത് റദ്ദാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ തന്നെ ഉണ്ടായിട്ട് പോലും എന്താണ് അവസ്ഥ? ഇതൊക്കെ തന്നെ ഉണ്ടായിട്ട് പോലും നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സമീപനത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നതാണ് പരമാർത്ഥം. ഞാൻ അപ്സര റെഡ്ഡി ഓർക്കുകയാണ്. 2019 ജനുവരി മാസത്തിലാണ് അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം എടുത്തത്. ആരാണ് അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് അംഗമാക്കിയത്?
നമുക്കെല്ലാം തന്നെ പ്രിയങ്കരനായ ഒരു സമത്വ ബോധത്തിലധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹത്തെക്കുറിച്ച് സ്വപ്നം കാണുന്ന ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ കൂടെ എന്നും നിലകൊണ്ടിട്ടുള്ള പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായപ്പോഴാണ് അത്തരമൊരു ചരിത്ര മുഹൂർത്തത്തിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ട് അപ്സര റെഡ്ഡി കോൺഗ്രസിലേക്ക് വന്നത്. ഇന്ന് അപ്സര റെഡ്ഡി ഞങ്ങളുടെ മഹിളാ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാരാണ് ഒരാളാണ്. ഏറ്റവും പ്രഗത്ഭയായ ഒരു നേതാവായിട്ടാണ് അവർ വളരെ പെട്ടെന്ന് മാറിയത്. എന്തൊരു ആത്മവിശ്വാസമാണ്, എന്തൊരു തന്റെ ഇടമാണ്. KPCC അധ്യക്ഷനായ ശേഷം ഞാൻ നടത്തിയ ജനമഹായാത്ര, ആ ജനമഹായാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളം ജില്ലയിലെത്തിയപ്പോൾ 2-3 പരിപാടികളിൽ അവർ സംബന്ധിച്ച് നടക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു, ശ്രീമാൻ ഉമ്മൻചാണ്ടി അവർ ഉണ്ടായിരുന്നു. ഞങ്ങളോടൊപ്പം തന്നെ വേദി പങ്കുവച്ച അപ്സര റെഡ്ഡിയെ ഞാൻ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. സത്യത്തിൽ എന്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു ട്രാൻസ്ജെൻഡറുമായിട്ട് മനസ്സ് പങ്കുവെക്കാൻ, അവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ എനിക്ക് ആദ്യമായിട്ട് സന്ദർഭം ഉണ്ടായത് അപ്സര റെഡ്ഡിയെ പരിചയപ്പെടുത്തിയ ശേഷമാണ്. അപ്സര ഈ ചടങ്ങിൽ സംബന്ധിക്കേണ്ടതായിരുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അപ്സരയ്ക്ക് വന്നു ചേരാൻ സാധിക്കാത്ത ദുഃഖം അവർക്കുണ്ട്. ആ അപ്സര റെഡ്ഡിയെ അവരുടെ പ്രസംഗങ്ങളൊക്കെ തന്നെ കേൾക്കുമ്പോൾ നാം കോരിത്തെരിച്ചു പോകും. അവർ വെല്ലുവിളിയെ അവസരമാക്കിയ പ്രിയപ്പെട്ട നമ്മുടെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ പെടുന്ന ഒരാളാണെന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. സത്യത്തിൽ അവരുമായി സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അവിടെ പ്രശസ്തമായ ഹിന്ദു പത്രത്തിൽ, അതുപോലെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ അവർ ഫ്രീലാൻസ് ജേർണലിസ്റ്റായിട്ട് പ്രവർത്തിച്ചു എന്ന് വരുമ്പോൾ അവിടെ ദൈക്ഷണികമായ ഉയർച്ച എത്ര വലുതായിരുന്നു. അതൊക്കെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല അവരുടെ പ്രസംഗം എനിക്ക് കേൾക്കാൻ സാധിച്ചു. അവർ പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ പൈലറ്റ് ആകാം, എനിക്കൊരു ആസ്ട്രോനോട്ട് ആകാം, എനിക്ക് വേണമെങ്കിൽ ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് ആകാം, എനിക്ക് ഒരു അഖിലേന്ത്യാ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആകാൻ സാധിക്കുമെങ്കിൽ എനിക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു മേഖലയുമില്ല. ഞാൻ സ്വപ്നം കാണുന്നതെല്ലാം തന്നെ ഞാൻ കീഴടക്കും, അതെല്ലാം തന്നെ ഞാൻ കരസ്ഥമാക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന അപ്സര റെഡ്ഡി എന്തൊരു ശുഭാപ്തി വിശ്വാസമാണ്, എന്തൊരു ആത്മവിശ്വാസമാണ്, എന്തൊരു നെഞ്ചൂക്കാണ്. പ്രിയപ്പെട്ട അപ്സര റെഡ്ഡി ആകട്ടെ നിങ്ങളുടെ വഴികാട്ടി, നിങ്ങളുടെ മാർഗദർശി എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ നോക്കി ഹൃദയപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് തീരുന്നല്ല നിങ്ങളുടെ പ്രശ്നമെന്ന് ഞങ്ങൾക്കൊക്കെ തന്നെ അറിയാം. ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കേണ്ടായി. ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകണം. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൂട്ടായ ചർച്ചകൾ നടത്തണം. ആ ചർച്ചകൾ നടത്തി നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രഖ്യാപനമായിട്ടാണ് ഇന്നത്തെ ഈ ചടങ്ങിൽ ഞാൻ കാണുന്നത്. ഈ അനർഘ മുഹൂർത്തത്തെ ഞാൻ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഇത് വിജയത്തിലേക്കുള്ള ഒരു യാത്രയായിട്ട് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കില്ല. വി ഷാൽ ഓവർകം. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. ഹൃദയം ചേർത്തുകൊണ്ട് നിങ്ങളോടൊപ്പം നിങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് എന്തെങ്കിലും പീഡനം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ സത്യത്തിൽ അത് കൊണ്ടുവരിക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.